ഹായ്, എല്ലാവർക്കും ഷെഫറ്റോമിൻ്റെ പുതിയ വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഉള്ളി തീയിലാണ്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഉള്ളി തീയിലാണ്. അത് തയ്യാറാക്കാനായിട്ട് നമ്മൾ വറുത്തരപ്പ് ഗ്രേവി ആദ്യം തയ്യാറാക്കുകയാണ്. അതിൽ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് നമ്മൾ അല്പം ഹോളായിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. പിന്നെ സവാള ഒരു പീസ് വേണമെങ്കിൽ ഒരു പീസ് സവാള ഇടാം. അതിലേക്ക് ഉണക്കമുളക്, കറിവേപ്പില, പിന്നെ അല്പം തേങ്ങ, മല്ലി ചേർക്കുന്നുണ്ട്, മുഴുവൻ മല്ലി, ജീരകം, ഇതെല്ലാം നമ്മൾ മുഴുവനോടെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് ചെറുപുള്ളി, അതിലേക്ക് കുരുമുളക് അല്പം ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത്രയും സംഭവം ചേർത്ത് നമ്മൾ നല്ല രീതിയിൽ സോട്ട് ചെയ്യുകയാണ്. അത് നല്ല ബ്രൗൺ കളറാക്കി നമ്മൾ എടുക്കണം. ഇത്തിരി ഡാർക്ക് കളറായാലും കുഴപ്പമില്ല, കരിയാത്തൊരു ഫ്ലേവറിൽ ഇത് കിട്ടണം. അപ്പോൾ നല്ല രീതിയിൽ മൂപ്പിച്ചെടുത്തു. അതിലേക്ക് അല്പം ഒരു 1/2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇതിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുന്നില്ല. നല്ല ഡാർക്ക് കളറിലാവാനായിട്ട് നമ്മൾ വീണ്ടും ഒരു അല്പം വളരെ സ്ലോ ഫയറിൽ ഒന്നുകൂടി സോട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഇത്തിരി ഡാർക്ക് കളറായി വരുന്നുണ്ട്. ഇത് നമ്മൾ ഫൈൻ പേസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കുകയാണ്. അത് നമ്മൾ അല്പം വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ ഫൈൻ പേസ്റ്റ് ചെയ്യണം. ഇത് നമുക്ക് എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഗ്രേവിയാണ്. ചിക്കൻ കറിയിലേക്കായാലും ബാക്കി എന്ത് കറിക്കായാലും അല്പം വറുത്തരപ്പ് ഗ്രേവി ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് നമുക്ക് എപ്പോഴും കീപ്പ് ചെയ്യേണ്ട ഒരു സൗത്ത് ഇന്ത്യൻ ഗ്രേവിയാണ്. തേങ്ങയുടെ ഒരു ടേസ്റ്റ് നമുക്ക് എല്ലാത്തിനും കിട്ടാൻ വേണ്ടിയിട്ട് അത് നമുക്ക് എല്ലാ കറികൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ് വറുത്തരപ്പ് ഗ്രേവി. അപ്പോൾ അത് കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും വെള്ളമില്ലാത്തൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഫ്രിഡ്ജിലാക്കിയിട്ടായാലും എന്തിലായാലും ചെറിയ ഡബ്ബയിലാക്കി നമുക്കിങ്ങനെ കീപ്പ് ചെയ്ത് വയ്ക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് 3 സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ഉള്ളി തീയിൽ തയ്യാറാക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, കടുക് പൊട്ടിച്ചു, അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുത്തു, പിന്നെ ഇത്തിരി വലുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവാള, കറിവേപ്പില, ഉണക്കമുളക് ഇത്തിരി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ചെറുപുള്ളി, ഒരു 10-20 പീസോളം ചെറുപുള്ളി മുഴുവനായിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നില്ല, ഫുള്ളായിട്ടുള്ള പീസ് നല്ല രീതിയിൽ വൃത്തിയായിട്ട് കഴുകി വെച്ചിട്ടുള്ള ചെറുപുള്ളി നമ്മൾ ഇട്ട് കൊടുത്തു. ലൈറ്റ് ബ്രൗൺ കളറിലാക്കി നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വറുത്ത് മാറ്റി വയ്ക്കുകയാണ്. ഇതിൽ നമ്മളിപ്പോൾ അല്പം വെളിച്ചെണ്ണയുടെ അളവ് കൂടുതലുണ്ട്. ഇനി നമ്മൾ 3ാമത്തെ സ്റ്റെപ്പ് അതിൻ്റെ ഗ്രേവി തയ്യാറാക്കുകയാണ്. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഒരു സവാള വളരെ ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള സവാള നമ്മൾ ഇട്ട് കൊടുത്തു. അതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുത്ത് നല്ല രീതിയിൽ സോട്ട് ചെയ്തു. ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മളിതിൻ്റെ ഗ്രേവിയാണ്, നല്ല തിക്ക് ഗ്രേവി തയ്യാറാക്കാനായിട്ടുള്ള ബേസ് നമ്മൾ തയ്യാറാക്കുകയാണ്. അതിനായിട്ട് തക്കാളി നല്ല രീതിയിൽ വരണ്ട് വരുമ്പോൾ നമ്മളതിലേക്ക് മസാലകൾ 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അത് നമ്മൾ വളരെ സ്ലോ ഫയറിൽ സോട്ട് ചെയ്യാണ്. നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള സവാളയും ചെറുപുള്ളിയും ഉണക്കമുളകൊക്കെ വീണ്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നല്ല രീതിയിൽ മിക്സ് ചെയ്യുകയാണ്. ഇനി ഇതിലേക്ക് വറുത്തരപ്പ് ഗ്രേവി, ഇത് അത്രയും നമ്മൾ പേസ്റ്റ് ചെയ്തതിൽ 2 ടേബിൾ സ്പൂൺ മാത്രമേ വറുത്തരപ്പ് ഗ്രേവി നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നുള്ളൂ. ഇതിലേക്ക് വാളംപുളി നമ്മൾ പിഴിഞ്ഞ് വെച്ച് നമ്മൾ ഒഴിക്കുന്നുണ്ട്. ഇതിന് പുളിരസവും എരിവുമാണ് കൂടുതലായിട്ട് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് മധുരവും ഇതിൽ വേണം. അപ്പോൾ അതുകൊണ്ട് ശർക്കര വേണമെങ്കിൽ ശർക്കര ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അതുകൊണ്ട് നമ്മളത് വളരെ നുള്ളു മതി. ഇപ്പോൾ നമ്മളതിലേക്ക് അല്പം കൂടി ഉപ്പിട്ട് കൊടുത്തു. പുളിവെള്ളമാണ് നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം പുളിയുടെ ഒരു അംശം കൂടി തന്നെ നിൽക്കണം. പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത് അല്പം കൂടി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമ്മളിങ്ങനെ തിളപ്പിക്കുകയാണ്. ശരിക്കും പുളിയുടെ ഒരു ഡാർക്ക് കളറും പിന്നെ അല്പം കൂടി നമ്മൾ ശർക്കരയാണ് അല്പം വേണമെന്നുണ്ടെങ്കിൽ ലൈറ്റായിട്ട് ചെറിയൊരു പീസ് അല്ലെങ്കിൽ നുള്ളിൽ പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി. അതൊരു എക്സ്ട്രാ ടേസ്റ്റായിട്ട് നമുക്കത് കിട്ടും. നല്ല രീതിയിൽ തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ 1-2 തക്കാളി ഗാർണിഷിന് വേണ്ടി ഇടുന്നുണ്ട്. ഇത് നല്ല ഡാർക്ക് കളറായിട്ട് വരുന്നുണ്ട്. സാധാരണ രീതിയിൽ നമുക്ക് വീടുകളിൽ ഉണ്ടാക്കുന്ന സ്റ്റൈൽ നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലാണ് ചെയ്തിരിക്കുന്നത്. നല്ല ടേസ്റ്റുള്ള ഐറ്റമാണത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ ട്രൈ ചെയ്യുക. അതിൽ പുളിയുടെ ഒരു ടേസ്റ്റാണ് മെയിനായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഒരല്പം ഷുഗറിൻ്റെ അതിന് വേണ്ടി നമ്മൾ ഒരു അല്പം വേണമെന്നുണ്ടെങ്കിൽ ശർക്കര ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എരിവിന് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ തന്നെ ഇതേ പാറ്റേണിൽ തന്നെ ചെയ്ത് നല്ല ടേസ്റ്റുള്ള നല്ല ഭംഗിയുള്ള ഉള്ളി തീയിൽ നമുക്ക് ഇതേപോലെ തയ്യാറാക്കാം.